ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാമധേനു എന്ന പാഠഭാഗമാണ് പഠിച്ചത്. ഇന്ന് ആ പാഠഭാഗത്തിന്റെ ബാക്കി ഭാഗമാണ് നാം പഠിക്കാനായി പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് നമുക്ക് ആ പാഠഭാഗം ഒന്നുകൂടി ഒന്ന് വായിക്കാം. പാഠം 9 കാമധേനു. വസിഷ്ഠ മഹർഷിയുടെ പശുവായിരുന്നു കാമധേനു. കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു വസിഷ്ഠ മഹർഷിയുടെ ദിവ്യമായ പശുവിന്റെ പേരാണ് കാമധേനു. വെറും പശുവല്ല, എങ്ങനെയുള്ള പശുവാണ്? ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ദിവ്യ ശക്തിയുള്ള പശു. പശുവിനോട് എന്ത് ചോദിച്ചാലും, ആ കാമധേനു എന്ന പശുവിനോട് എന്ത് ചോദിച്ചാലും അതെന്ത് ചെയ്യും? നൽകും. അതാണ് ആ പശുവിന്റെ പ്രത്യേകത. അപ്പൊ ആരുടെ പശുവായിരുന്നു കാമധേനു? വസിഷ്ഠ മഹർഷിയുടെ പശുവായിരുന്നു കാമധേനു. കാമധേനുവിന്റെ പ്രത്യേകത എന്താണ്? ആഗ്രഹിക്കുന്നത് എന്ത് ചോദിച്ചാലും കാമധേനുവിൽ നിന്നും ലഭിക്കും. അതാണ് ആ പശുവിന്റെ പ്രത്യേകത. എന്നിട്ട് വായിക്കാം. വസിഷ്ഠ മഹർഷിയുടെ പശുവായിരുന്നു കാമധേനു. വെറും പശുവല്ല, ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ദിവ്യ ശക്തിയുള്ള പശു. നോക്കിക്കേ, ഒരിക്കൽ വിശ്വാമിത്രൻ എന്ന രാജാവ് പടയാളികളോടൊപ്പം കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞു. അങ്ങനെ അവർ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അപ്പോൾ ഒരിക്കൽ വിശ്വാമിത്രൻ എന്ന രാജാവിന്റെ പേരെന്താണ്? വിശ്വാമിത്രൻ. പടയാളികളോടൊപ്പം, അല്ലെ, പടയാളികൾ എന്താണ്? യുദ്ധം ചെയ്യുന്ന ആൾക്കാർ, രാജാവിനോടൊപ്പം യുദ്ധം ചെയ്യുന്ന ആൾ. ആ പടയാളികളോടൊപ്പം കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞു. എവിടെ എത്തി? അവർ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ രാജാവ് ആരുടെ ആശ്രമത്തിലാണ് എത്തിച്ചേർന്നത്? വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേർന്നത്. മുനിയെ വന്ദിച്ചു തൊഴുതു. മുനിയെ വന്ദിച്ചുകൊണ്ട് വിശ്വാമിത്രൻ ആരാണ് ഇവിടെ? രാജാവ്, അല്ലേ? വിശ്വാമിത്രൻ പറഞ്ഞു, വിശ്വാമിത്ര രാജാവ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മഹാമുനെ, ഞങ്ങൾ ക്ഷീണിതരാണ്. രാജാവ് പറയാണ്, ഞങ്ങൾ ക്ഷീണിതരാണ്, ഞങ്ങൾക്ക് ഭക്ഷണവും വിശ്രമസ്ഥലവും ഒരുക്കിയാലും. എന്താണ്? ഞങ്ങൾ നന്നേ ക്ഷീണിതരാണ്, ഞങ്ങൾക്ക് ആഹാരം വേണം, വിശ്രമിക്കാൻ സ്ഥലം വേണം, ഇവ രണ്ടും ഒരുക്കിയാലും എന്ന് ആരോട് പറഞ്ഞു? വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു. ഒന്നുകൂടെ ടീച്ചർ പറയാം. വസിഷ്ഠ മഹർഷിയുടെ പശുവിന്റെ പേരാണ് കാമധേനു. ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ദിവ്യമായ പശുവാണ് കാമധേനു. ഒരിക്കൽ വിശ്വാമിത്ര രാജാവ് പടയാളികളോടൊപ്പം കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് എവിടെ എത്തിച്ചേർന്നു? വസിഷ്ഠന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹം വസിഷ്ഠന്റെ ആശ്രമത്തിലെത്തി വസിഷ്ഠ മുനിയോട് പറഞ്ഞു. ആര്? വിശ്വാമിത്ര രാജാവ് പറഞ്ഞു, മഹാമുനെ, എന്താണ്? ഞങ്ങൾ നന്നായി ക്ഷീണിതരാണ്, ഞങ്ങൾക്ക് ആഹാരവും വിശ്രമ സ്ഥലവും ഒരുക്കിയാലും. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. വസിഷ്ഠ മഹർഷി സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. ആരെ സ്വീകരിച്ചു? വിശ്വാമിത്രനെയും പടയാളികളെയും സ്വീകരിച്ചു. ഒട്ടും വൈകാതെ താമസമില്ലാതെ തന്നെ അവർക്ക് വേണ്ടതെല്ലാം തയ്യാറാക്കി. ആര് തയ്യാറാക്കി? വസിഷ്ഠ മഹർഷി തയ്യാറാക്കി. എന്തിനു വേണ്ടിയിട്ട്? വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞാണ് അവർ എവിടെ എത്തിച്ചേർന്നത്? വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നത്. അവരെ സ്വീകരിച്ച അദ്ദേഹം ഒട്ടും വൈകാതെ തന്നെ അവർക്ക് വേണ്ടതെല്ലാം നൽകി. അവർക്ക് വിശപ്പിന് കൊടുക്കാനായിട്ട് ആഹാരവും വിശ്രമിക്കാൻ സ്ഥലവുമാണ് അദ്ദേഹം തയ്യാറാക്കിയത്. കാമധേനുവിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം രാജാവിന് വേണ്ടി വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയത്. അപ്പോൾ എല്ലാം ഒരുക്കിയെന്ന് നമ്മൾ പറഞ്ഞപ്പോ ആരുടെ സഹായത്തോടെ? കാമധേനുവിന്റെ സഹായത്തോടെ. ദിവ്യമായ പശുവായ കാമധേനുവിന്റെ സഹായത്തോടെയാണ് രാജാവിന് വേണ്ട വിഭവമായ സദ്യ ആർക്കൊരുക്കി നൽകിയത്? വിശ്വാമിത്രന് വസിഷ്ഠ മഹർഷി നൽകിയത്. ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗത്തിന്റെ ബാക്കി ഭാഗമാണ് പഠിക്കാനായി പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗത്ത് എന്തൊക്കെ പറഞ്ഞു? വസിഷ്ഠ മഹർഷിയുടെ പശുവായിരുന്നു കാമധേനു. ആഗ്രഹിക്കുന്ന എന്തും നൽകുന്ന ദിവ്യമായ പശുവാണ് കാമധേനു. ഒരിക്കൽ പടയാളികളോടൊപ്പം കാട്ടിലൂടെ സഞ്ചരിക്കുവായിരുന്ന വിശ്വാമിത്രൻ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് എവിടെ എത്തിച്ചേർന്നു? വസിഷ്ഠന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. മുനിയെ വന്ദിച്ചുകൊണ്ട് തങ്ങൾക്ക് ആഹാരവും വിശ്രമിക്കാൻ സ്ഥലവും വേണമെന്ന് രാജാവ് പറഞ്ഞു. അതനുസരിച്ച് കാമധേനുവിന്റെ സഹായത്തോടെ
വസിഷ്ഠ മഹർഷി രാജാവിന് വേണ്ടതെല്ലാം ഒരുക്കി. വിശ്വാമിത്രന് അത്ഭുതമായി. അപ്പൊ എന്താണ്? വിശ്വാമിത്രൻ ആരാണ്? രാജാവാണ് അല്ലെ. അദ്ദേഹം അതിശയിച്ചു പോയി. ഇത്ര വേഗം ഇതെല്ലാം ഒരുക്കിയത് എങ്ങനെ? അപ്പോൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇതെല്ലാം ഒരുക്കിയതെന്ന് ആർക്ക് അതിശയമായി? വിശ്വാമിത്ര രാജാവിന് അതിശയമായി. വസിഷ്ഠ മഹർഷിയോട് വിശ്വാമിത്രൻ ചോദിച്ചു. അപ്പോൾ ആഹാരവും വിശ്രമ സ്ഥലവും വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ രാജാവിന് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്തു. ഇത് കണ്ട വിശ്വാമിത്ര രാജാവിന് അത്ഭുതമായി. ഇത്ര വേഗം ഇതെല്ലാം ഒരുക്കിയത് എങ്ങനെയെന്ന് വസിഷ്ഠ മഹർഷിയോട് വിശ്വാമിത്രൻ ചോദിച്ചു. അപ്പൊ രാജാവ് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇതെല്ലാം ഒരുക്കിയത്? കാമധേനുവാണ് ഇതെല്ലാം തരുന്നതെന്ന് വസിഷ്ഠൻ പറഞ്ഞു. അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, കാമധേനു എന്ന പശുവാണ് ഇതെല്ലാം തനിക്ക് തരുന്നതെന്ന് ആരോട് പറഞ്ഞു? രാജാവിനോട് പറഞ്ഞു. കാമധേനുവിനെ എനിക്ക് തരുമോ? വിശ്വാമിത്രൻ ചോദിച്ചു. അപ്പോൾ വിശ്വാമിത്ര രാജാവ് വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു, എനിക്ക് ഈ പശുവിനെ തരുമോ എന്ന് ചോദിച്ചു. ഒന്നുകൂടി പാരഗ്രാഫ് വായിക്കാം. വിശ്വാമിത്രന് അത്ഭുതമായി. ഇത്ര വേഗം ഇതെല്ലാം ഒരുക്കിയതെങ്ങനെയെന്ന് വസിഷ്ഠ മഹർഷിയോട് വിശ്വാമിത്രൻ ചോദിച്ചു. കാമധേനുവാണ് ഇതെല്ലാം തരുന്നതെന്ന് വസിഷ്ഠൻ പറഞ്ഞു. കാമധേനുവിനെ എനിക്കു തരുമോ? വിശ്വാമിത്രൻ ചോദിച്ചു. അപ്പോൾ എന്താണ്? വിശ്വാമിത്രന് പെട്ടെന്ന് ആഹാരവും വിശ്രമ സ്ഥലവും വേണമെന്ന് വിശ്വാമിത്രൻ പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഇതെല്ലാം ഒരുക്കി കൊടുത്തു. ഇത് കണ്ട വിശ്വാമിത്ര രാജാവിന് അത്ഭുതമായി. ഇതെങ്ങനെയാണ് ഇത്രയും വേഗം ഇതെല്ലാം ഒരുക്കിയതെന്ന് വസിഷ്ഠ മഹർഷിയോട് വിശ്വാമിത്രൻ ചോദിച്ചു. കാമധേനുവാണ് ഇതെല്ലാം തരുന്നതെന്ന് വസിഷ്ഠൻ പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ആ കാമധേനുവിനെ എനിക്ക് തരുമോ എന്ന് ആര് ചോദിച്ചു? രാജാവ് വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു. അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. അങ്ങ് ചോദിക്കുന്നത് എന്തും തരാം അല്ലേ. അപ്പോൾ മഹർഷി പറയുകയാണ്, അങ്ങ് എന്ത് ചോദിച്ചാലും തരാം. എത്ര അധികം പശുക്കളെ വേണമെങ്കിലും തരാം. അപ്പോൾ അങ്ങനെ എത്ര പശുവിനെ വേണമെങ്കിലും ഞാൻ തരാം. പക്ഷേ കാമധേനുവിനെ മാത്രം തരില്ല. എന്താണ് പറഞ്ഞത്? അപ്പൊ കാമധേനുവിനെയാണ് ആര് ചോദിച്ചത്? വിശ്വാമിത്ര രാജാവ് ചോദിച്ചത്. പക്ഷേ അപ്പോൾ വസിഷ്ഠൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങക്ക് എന്ത് വേണമോ തരാം, എത്ര പശുക്കളെ വേണമോ തരാം, പക്ഷേ കാമധേനുവിനെ മാത്രം ഞാൻ തരില്ല എന്നായി വസിഷ്ഠൻ. കാമധേനുവിനെ മാത്രം ഞാൻ തരില്ല. തനിക്ക് കാമധേനുവിനെ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് രാജാവ് ആ ദിവ്യ പശുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകുവാൻ ഒരുങ്ങി. അപ്പോൾ വസിഷ്ഠ മഹർഷി എന്താണ് പറഞ്ഞത്? കാമധേനുവിനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തനിക്ക് കാമധേനുവിനെ കിട്ടിയേ തീരൂ. ആര് പറയാണ്? രാജാവ് പറയാണ്. എന്ന് പറഞ്ഞ് രാജാവ് ആ ദിവ്യ പശുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകുവാൻ ഒരുങ്ങി. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ആ ദിവ്യമായ പശു കാമധേനുവിനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കാമധേനുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ആര് തീരുമാനിച്ചു? വിശ്വാമിത്ര രാജാവ് തീരുമാനിച്ചു. ഒന്നുകൂടി പാരഗ്രാഫ് വായിക്കാം. വിശ്വാമിത്രന് അത്ഭുതമായി. ഇത്ര വേഗം ഇതെല്ലാം ഒരുക്കിയതെങ്ങനെയെന്ന് വസിഷ്ഠ മഹർഷിയോട് വിശ്വാമിത്രൻ ചോദിച്ചു. കാമധേനുവാണ് ഇതെല്ലാം തരുന്നതെന്ന് വസിഷ്ഠൻ പറഞ്ഞു. കാമധേനുവിനെ എനിക്കു തരുമോ? വിശ്വാമിത്രൻ ചോദിച്ചു. അങ്ങു ചോദിക്കുന്നതെന്തും തരാം. എത്രയധികം പശുക്കളെ വേണമെങ്കിലും തരാം. പക്ഷേ കാമധേനുവിനെ മാത്രം തരില്ല എന്നായി വസിഷ്ഠൻ. തനിക്ക് കാമധേനുവിനെ കിട്ടിയേ തീരൂ
എന്നു പറഞ്ഞ് രാജാവ് ആ ദിവ്യ പശുവിനെ ബലമായി പിടിച്ചുകൊണ്ടു പോകുവാൻ ഒരുങ്ങി. ഇവിടെ വായിക്കാം. വിശ്വാമിത്രന് അത്ഭുതമായി. ഇത്ര വേഗം ഇതെല്ലാം ഒരുക്കിയതെങ്ങനെയെന്ന് വസിഷ്ഠ മഹർഷിയോട് വിശ്വാമിത്രൻ ചോദിച്ചു. കാമധേനുവാണ് ഇതെല്ലാം തരുന്നതെന്ന് വസിഷ്ഠൻ പറഞ്ഞു. കാമധേനുവിനെ എനിക്ക് തരുമോ? വിശ്വാമിത്രൻ ചോദിച്ചു. അങ്ങ് ചോദിക്കുന്നത് എന്തും തരാം, എത്രയധികം പശുക്കളെ വേണമെങ്കിലും തരാം, പക്ഷേ കാമധേനുവിനെ മാത്രം തരില്ല എന്നായി വസിഷ്ഠൻ. തനിക്ക് കാമധേനുവിനെ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് രാജാവ് ആ ദിവ്യ പശുവിനെ ബലമായി പിടിച്ചുകൊണ്ടു പോകുവാൻ ഒരുങ്ങി. നെക്സ്റ്റ് പാരഗ്രാഫ്. തനിക്ക് കാമധേനുവിനെ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് രാജാവ് ആ ദിവ്യ പശുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഒരുങ്ങി. അതുവരെ വായിച്ചത്. അടുത്തത്. കാമധേനു രാജാവിനു നേരെ കുതിച്ചു പാഞ്ഞെത്തി. അപ്പോൾ രാജാവ് പടയാളിയോടൊപ്പം അവിടെ താമസിക്കുകയാണ്. അപ്പം കാമധേനുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ രാജാവ് തീരുമാനിച്ചു. ഇത് കണ്ട കാമധേനു രാജാവിന് നേരെ കുതിച്ചു പാഞ്ഞെത്തി. അദ്ദേഹത്തിന്റെ നേരെ ഓടിച്ചെല്ലുകയാണ്. കാമധേനുവിൽ നിന്ന് ആയിരക്കണക്കിന് പടയാളികൾ പുറത്തു വന്നു. ആ പശുവിൽ നിന്നും ആയിരക്കണക്കിന് പടയാളികൾ പുറത്തേക്ക് വന്നു. അവർ രാജാവിനെ നിഷ്പ്രയാസം തോൽപ്പിച്ചു. നിഷ്പ്രയാസം, യാതൊരു പ്രയാസവും ഇല്ലാതെ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ പെട്ടെന്ന് രാജാവിനെ തോൽപ്പിച്ചു. രാജാവിനേക്കാൾ ശക്തനാണ് മഹർഷി എന്ന് വിശ്വാമിത്രൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ വിശ്വാമിത്രൻ രാജ്യം ഉപേക്ഷിച്ച് വളരെ കാലം തപസ്സു ചെയ്തു. അറിവും ശക്തിയും നേടി രാജർഷിയായി മാറി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, കഴിഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞത് എന്താണ്? ദിവ്യമായി ആഗ്രഹിക്കുന്നത് എന്ത്? അപ്പം വളരെ പെട്ടെന്ന് തന്നെ രാജാവിന് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്തു. കാമധേനുവിന്റെ സഹായത്തോടെയാണ് രാജാവിന് വേണ്ടതെല്ലാം ഒരുക്കിയത്. അപ്പോൾ ആരാണ് ഇതെല്ലാം പെട്ടെന്ന് ചെയ്തത്? കാമധേനുവാണ് തനിക്ക് ഇതെല്ലാം ഇഷ്ടമുള്ളതെല്ലാം പെട്ടെന്ന് തരുന്നെന്ന് ആര് പറഞ്ഞു? വസിഷ്ഠ മഹർഷി പറഞ്ഞു. ആ പശുവിനെ തനിക്ക് വേണമെന്ന് ആരാവശ്യപ്പെട്ടു? രാജാവ് ആവശ്യപ്പെട്ടു. പക്ഷേ പശുവിനെ നൽകാൻ ആര് തയ്യാറായില്ല? വസിഷ്ഠ മഹർഷി തയ്യാറായില്ല. കാമധേനുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകുവാൻ രാജാവ് തീരുമാനിച്ചു. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് കാമധേനു, അപ്പൊ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ തയ്യാറായ കാമധേനു എന്ത് ചെയ്തു? കാമധേനു രാജാവിന് നേരെ കുതിച്ചു പാഞ്ഞെത്തി. കാമധേനുവിൽ നിന്ന് പശുവിൽ നിന്നും എന്തും തരുന്ന ദിവ്യശക്തിയുള്ള പശുവാണല്ലേ. അപ്പോൾ ആ പശുവിന്റെ ശരീരത്തിൽ നിന്നും ആയിരക്കണക്കിന്, കാമധേനുവിൽ നിന്നും ആയിരക്കണക്കിന് പടയാളികൾ പുറത്തേക്ക് വന്നു. അവർ രാജാവിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. അവർ രാജാവിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി, അതായത് തോൽപ്പിച്ചു. രാജാവിനേക്കാൾ ശക്തനാണ് മഹർഷി എന്ന് വിശ്വാമിത്രൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ രാജാവിന് എന്ത് മനസ്സിലായി? രാജാവിനേക്കാൾ വളരെയധികം ശക്തനാണ്. രാജാവ് ഒന്നുമല്ല, രാജാവിനേക്കാൾ എന്തുകൊണ്ടും ശക്തനാണ് ആര്? മഹർഷി. ഏത് മഹർഷി? വസിഷ്ഠ മഹർഷി എന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. അങ്ങനെ വിശ്വാമിത്രൻ രാജ്യം ഉപേക്ഷിച്ച്, വിശ്വാമിത്രൻ ആരാണ്? രാജാവ്. രാജാവ് എന്ത് ചെയ്തു? തന്റെ രാജ്യം ഉപേക്ഷിച്ച് വളരെ കാലം തപസ്സു ചെയ്തു. അറിവും ശക്തിയും നേടി രാജർഷിയായി മാറി. അല്ലേ? ആരായി മാറി? വിശ്വാമിത്രൻ രാജർഷിയായിട്ട് മാറി, മുനിയായിട്ട് മാറി. എന്നിട്ട് വായിക്കാം. കാമധേനു രാജാവിനു നേരെ കുതിച്ചു പാഞ്ഞെത്തി. കാമധേനുവിൽ നിന്ന് ആയിരക്കണക്കിന് പടയാളികൾ പുറത്തു വന്നു. അവർ രാജാവിനെ നിഷ്പ്രയാസം തോൽപ്പിച്ചു. രാജാവിനേക്കാൾ ശക്തനാണ് മഹർഷി എന്ന് വിശ്വാമിത്രൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ വിശ്വാമിത്രൻ രാജ്യം ഉപേക്ഷിച്ച് വളരെ കാലം തപസ്സു ചെയ്തു. അറിവും ശക്തിയും നേടി രാജർഷിയായി മാറി. അപ്പൊ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗം ഒന്നുകൂടി നോക്കാം.
വിശ്വാമിത്രന് അത്ഭുതമായി. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ഒരുക്കി കൊടുത്തല്ലേ. ഇത് കണ്ട് വിശ്വാമിത്രൻ എന്ത് ചെയ്തു? അത്ഭുതമായി. ഇത്ര വേഗം ഇതെല്ലാം ഒരുക്കിയത് എങ്ങനെയെന്ന് വസിഷ്ഠ മഹർഷിയോട് വിശ്വാമിത്രൻ ചോദിച്ചു. കാമധേനുവാണ് ഇതെല്ലാം തരുന്നതെന്ന് വസിഷ്ഠൻ പറഞ്ഞു. കാമധേനുവിനെ എനിക്ക് തരുമോ? വിശ്വാമിത്രൻ ചോദിച്ചു. അങ്ങ് ചോദിക്കുന്ന എന്തും തരാം, എത്രയധികം പശുക്കളെ വേണമെങ്കിലും തരാം, പക്ഷേ കാമധേനുവിനെ മാത്രം തരില്ല എന്നായി ആര്? വസിഷ്ഠൻ. തനിക്ക് കാമധേനുവിനെ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് ആ ദിവ്യ പശുവിനെ ബലമായി പിടിച്ചുകൊണ്ട് പോകുവാൻ ഒരുങ്ങി. ആരൊരുങ്ങി? രാജാവ് തീരുമാനിച്ചു. കാമധേനുവിനെ രാജാവിനു നേരെ കുതിച്ചു പാഞ്ഞെത്തി. കാമധേനുവിൽ നിന്ന് ആയിരക്കണക്കിന് പടയാളികൾ പുറത്തു വന്നു. അവർ രാജാവിനെ നിഷ്പ്രയാസം, യാതൊരു പ്രയാസവും കൂടാതെ, യാതൊരു വിഷമവും ഇല്ലാതെ രാജാവിനെ തോൽപ്പിച്ചു. രാജാവിനേക്കാൾ ശക്തനാണ് മഹർഷി എന്ന് വിശ്വാമിത്രൻ തിരിച്ചറിഞ്ഞപ്പോൾ തന്നേക്കാൾ ശക്തനാണ് ആര്? മഹർഷി എന്ന് രാജാവ് മനസ്സിലാക്കി. അങ്ങനെ വിശ്വാമിത്രൻ രാജ്യം ഉപേക്ഷിച്ച് വളരെ കാലം തപസ്സു ചെയ്തു. അറിവും ശക്തിയും നേടി രാജർഷിയായി മാറി. ഇത്രയും പാഠഭാഗമാണ് നമുക്ക് ഈ പാഠത്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ നോട്ട്സ് ഒന്ന് നോക്കാം. പുതിയ പദങ്ങളാണ്, നോക്കിക്കേ. ആശ്രമം, വിശ്രമസ്ഥലം, സദ്യ, തപസ്, രാജർഷി, വിശപ്പ്, ദാഹം, അത്ഭുതം. ഇവിടെ വായിക്കാം. ആശ്രമം, വിശ്രമസ്ഥലം, സദ്യ, തപസ്, രാജർഷി, വിശപ്പ്, ദാഹം, അത്ഭുതം. എന്നിട്ട് പറയാം. ആശ്രമം, വിശ്രമസ്ഥലം, സദ്യ, തപസ്, രാജർഷി, വിശപ്പ്, ദാഹം, അത്ഭുതം. ഇത്രയും പദങ്ങളാണ് നിങ്ങൾക്ക് പുതിയ വാക്കുകൾ പഠിക്കാനുള്ളത്. ഓരോ വാക്കും 5 പ്രാവശ്യം വെച്ച് നോട്ട്ബുക്കിൽ എഴുതണം. ഇനി അർത്ഥം നോക്കിക്കേ. അത്ഭുതം എന്താണ്? അതിശയം. നിഷ്പ്രയാസം, നമ്മൾ നേരത്തെ പറഞ്ഞു, നിഷ്പ്രയാസം രാജാവിനെ തോൽപ്പിച്ചു. എന്താണ്? പ്രയാസം കൂടാതെ. ധേനു ഫസ്റ്റ് നമ്മൾ പറഞ്ഞാണ് പശു എന്നുള്ള പറയാം. അത്ഭുതം, അതിശയം, നിഷ്പ്രയാസം, പ്രയാസം കൂടാതെ, ധേനു, പശു. അടുത്ത പര്യായപദം. രാജാവ്. രാജാവിന് എന്തൊക്കെ പര്യായപദം പറയാം? മന്നൻ, അരജൻ. മുനി, താപസൻ, മഹർഷി. പശു, ധേനു, ഗോവ്. എന്നിട്ട് വായിക്കാം. രാജാവ്, മന്നൻ, അരജൻ, മുനി, താപസൻ, മഹർഷി, പശു, ധേനു, ഗോവ്. അടുത്ത വിപരീത പദമാണ് സന്തോഷം, ഹാപ്പി അല്ലെ. സന്താപം, ദുഃഖം. തോൽവി, തോൽക്കുക, ജയിക്കുക. തോൽവി, ജയം. ശക്തൻ, അശക്തൻ. ശക്തിയുള്ളവൻ, ശക്തിയില്ലാത്തവൻ. നോക്കിക്കേ. സന്തോഷം, സന്താപം. തോൽവി, ജയം. ശക്തൻ, അശക്തൻ. ഒറ്റപ്പദം. അടുത്തത് ഒറ്റപ്പദം. വിഭവത്താൽ സമൃദ്ധം. എന്താണ്? വിഭവ സമൃദ്ധം. മഹാനായ മുനി, മഹാമുനി. എന്നിട്ട് വായിക്കാം. വിഭവത്താൽ സമൃദ്ധം, വിഭവ സമൃദ്ധം. മഹാനായ മുനി, മഹാമുനി. വിപരീതപദം ഒന്നുകൂടെ നോക്കിക്കേ. സന്തോഷം, സന്താപം. തോൽവി, ജയം. ശക്തൻ, അശക്തൻ. ഒറ്റപ്പദം. വിഭവത്താൽ സമൃദ്ധം, വിഭവ സമൃദ്ധം. മഹാനായ മുനി, മഹാമുനി. അടുത്ത പിരിച്ചെഴുതുകയാണ്. തിരിച്ചറിഞ്ഞു, തിരിച്ച് അധികം അറിഞ്ഞു. വളരെ കാലം, വളരെ അധികം കാലം. ഒന്നുകൂടെ വായിക്കാം. തിരിച്ചറിഞ്ഞു, തിരിച്ച് അധികം അറിഞ്ഞു. വളരെ കാലം, വളരെ അധികം കാലം. ചേർത്തെഴുതുക. പാഞ്ഞ് അധികം എത്തി. രണ്ടും കൂടെ ചേർത്ത് എങ്ങനെ പറയും? പാഞ്ഞെത്തി. ദിവ്യം പ്ലസ് ആയ. രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ ദിവ്യമായ. ഒന്നുകൂടെ പറയാം. തിരിച്ചറിഞ്ഞു, തിരിച്ച് അധികം അറിഞ്ഞു. വളരെ കാലം, വളരെ അധികം കാലം. ചേർത്തെഴുതുക. പാഞ്ഞ് അധികം എത്തി. രണ്ടും കൂടെ ചേരുമ്പോൾ പാഞ്ഞെത്തി. ദിവ്യം പ്ലസ് ആയ. രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ ദിവ്യമായ.
വാക്യത്തിൽ പ്രയോഗിക്കുക, അല്ലെ? വാക്യത്തിൽ പ്രയോഗിക്കുക, സെന്റൻസ് ഉണ്ടാക്കുക. എങ്ങനെയാണ്? നിഷ്പ്രയാസം. നമുക്ക് ഇഷ്ടമുള്ള വാക്ക് എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ടീച്ചർ ഇവിടെ പറയുന്നത് തന്നെ എഴുതണമെന്നില്ല. നിഷ്പ്രയാസം. യുദ്ധത്തിൽ ശത്രുക്കളെ രാജാവ് നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. എന്നിട്ട് പറയാം, യുദ്ധത്തിൽ ശത്രുക്കളെ രാജാവ് നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. ഇനി അടുത്ത ഉത്തരം എഴുതുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിശ്വാമിത്രൻ വസിഷ്ഠന്റെ ആശ്രമത്തിൽ എത്തിയത് എന്തിന്? എന്തിനാണ്? നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കിക്കേ. വിശ്വാമിത്രൻ ആഹാരവും വിശ്രമസ്ഥലവും തേടിയാണ് വസിഷ്ഠന്റെ ആശ്രമത്തിൽ എത്തിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വസിഷ്ഠൻ രാജാവിന് വേണ്ടതെല്ലാം ഒരുക്കിയതെങ്ങനെ? എങ്ങനെയാണ്? ആരുടെ സഹായത്തോടെയാണ്? കാമധേനുവിന്റെ സഹായത്തോടെയാണ് വസിഷ്ഠൻ രാജാവിന് വേണ്ടതെല്ലാം ഒരുക്കിയത്. രാജാവിന് കാമധേനുവിൽ മോഹം തോന്നാൻ കാരണം എന്ത്? അല്ലെ? പശുവിനെ കണ്ടപ്പോൾ എന്താണ് രാജാവിന് സദ്യയെല്ലാം ഒരുക്കിയത് കാമധേനുവിന്റെ സഹായത്തോടെയാണെന്ന് പറഞ്ഞപ്പോൾ, ദിവ്യമായ പശു എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് പശുവിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പശുവിനിൽ എന്തുകൊണ്ടാണ് രാജാവ് അത് വേണമെന്ന് അതിന് ആഗ്രഹം തോന്നാൻ എന്താണ് കാരണം? ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന പശുവായത് കൊണ്ടാണ് രാജാവിന് കാമധേനുവിൽ മോഹം തോന്നിയത്. അപ്പൊ എന്ത് ചോദിച്ചാലും ആ പശു തരും. അതുകൊണ്ടാണ് രാജാവിന് ആ പശുവിൽ എന്ത് തോന്നിയത്? മോഹം തോന്നിയത്. അടുത്ത ക്വസ്റ്റ്യൻ. രാജാവ് തിരിച്ചറിഞ്ഞ സത്യം എന്ത്? എന്താണ് രാജാവ് അവസാനം മനസ്സിലാക്കിയത്? രാജാവിനേക്കാൾ എന്തുകൊണ്ടും ശക്തനാണ് ആര്? മഹർഷി. രാജാവിനേക്കാൾ ശക്തനാണ് മഹർഷി എന്നതാണ് രാജാവ് തിരിച്ചറിഞ്ഞ സത്യം. മനസ്സിലായോ? ഒന്നുകൂടെ ഉത്തരം എഴുതുക, ഒന്നുകൂടെ വായിക്കാം. വിശ്വാമിത്രൻ വസിഷ്ഠന്റെ ആശ്രമത്തിൽ എത്തിയത് എന്തിനാണ്? എന്താണ്? വിശ്വാമിത്രൻ ആഹാരവും വിശ്രമസ്ഥലവും തേടിയാണ് വസിഷ്ഠന്റെ ആശ്രമത്തിൽ എത്തിയത്. വസിഷ്ഠൻ രാജാവിന് വേണ്ടതെല്ലാം ഒരുക്കിയത് എങ്ങനെ? കാമധേനുവിന്റെ സഹായത്തോടെയാണ് വസിഷ്ഠൻ രാജാവിന് വേണ്ടതെല്ലാം ഒരുക്കിയത്. രാജാവിന് കാമധേനുവിൽ മോഹം തോന്നാൻ കാരണം എന്ത്? ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന പശുവായതുകൊണ്ടാണ് രാജാവിന് കാമധേനുവിൽ മോഹം തോന്നിയത്. അടുത്ത ക്വസ്റ്റ്യൻ. രാജാവ് തിരിച്ചറിഞ്ഞ സത്യം എന്ത്? രാജാവിനേക്കാൾ ശക്തനാണ് മഹർഷി എന്നതാണ് രാജാവ് തിരിച്ചറിഞ്ഞ സത്യം. അടുത്ത അസൈൻമെന്റ് ആണ്. വിശ്വാമിത്ര മഹർഷിയുടെ മറ്റൊരു കഥ. ഇതുപോലെ ധാരാളം കഥകൾ വിശ്വാമിത്ര മഹർഷിയെ സംബന്ധിച്ചുണ്ട്. ഇതുപോലെ വിശ്വാമിത്ര മഹർഷിയുടെ മറ്റൊരു കഥ കണ്ടെത്തി എഴുതുക. വിശ്വാമിത്ര മഹർഷിയുടെ മറ്റൊരു കഥ കണ്ടെത്തി എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പാഠഭാഗം എല്ലാവരും നന്നായിട്ട് വായിക്കുക, നോട്ട്സ് എല്ലാം നന്നായി പഠിക്കുക, ആ പുതിയ പദങ്ങളെല്ലാം 5 പ്രാവശ്യം എഴുതുക. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.